ദ ക്യാരക്ടർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിന്റെ സ്വഭാവം നമ്മളിൽ ഉണ്ടാകണം. ഗലാത്യർ 5:22-23 പഠിക്കുമ്പോൾ ആത്മാവിന്റെ ഫലത്തെ കുറിച്ച് അവിടെ കാണും. നമുക്ക് എല്ലാം ഉണ്ട്, പക്ഷെ ആത്മാവിന്റെ ഫലം വളരെ കുറവാണ്. നമ്മൾ ഒരു ചെടി നട്ടാൽ ആ ചെടിയിൽ ഒരു ഫ്രൂട്ട് നമ്മൾ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലും ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങളെ നട്ടു, നിങ്ങളെ ചില സ്ഥാനത്ത് ആക്കി. എന്തിനു വേണ്ടി? നമ്മളിൽ ഫലമുണ്ടാകാനും ആ ഫലം മറ്റുള്ളവരിൽ പകരാനും മറ്റു ദേശങ്ങളിൽ ആ ഫ്രൂട്ടിന്റെ സീഡ് ചെന്ന് വീഴാനും ഇടയാകണം. അതാ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിജയം ഇതെല്ലാം ഉണ്ടായിരിക്കുകയാണ്. ഒന്നാമത് എഴുതിയിരിക്കുന്ന സ്നേഹമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ സ്നേഹിക്കുന്ന, ക്ഷമിക്കുന്ന, കരുതുന്ന ഒരു ഹൃദയം നമുക്കുണ്ടായിരിക്കുകയാണ്. അത് ആത്മാവിന്റെ ഫ്രൂട്ടാണ്, ഫലമാണ്. ഒരു വൃക്ഷം ഫലം കൊണ്ട് തിരിച്ചറിയാൻ കഴിയുന്നു. നമ്മുടെ ജീവിതത്തിൽ ആമേൻ ഫലങ്ങൾ നിറഞ്ഞവരായിരിക്കണം. നാം ആത്മാവിന്റെ ഫലമുള്ളവരായി തീരുക. ആത്മസ്വഭാവം, ആത്മാവിന്റെ ക്യാരക്ടർ ഉള്ളവരായി തീരുക. ഗോഡ് ബ്ലസ് യു. ലവ് യു.